ഭരണിക്കാവ് സർവീസ് സഹകരണ ബാങ്കിന്റെ വാർഷിക പൊതുയോഗം നടത്തി. ബാങ്ക് സെക്രട്ടറി KS ജയപ്രകാശ് പ്രവർത്തന റിപ്പോർട്ടും വരവ് ചെലവ് കണക്കുകളും അവതരിപ്പിച്ചു. 100ാം വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായുള്ള പ്രത്യേക പ്രവർത്തന പരിപാടികളും ബാങ്ക് പൊതുയോഗത്തിൽ ഭാരവാഹികൾ വിശദീകരിച്ചു. ഭരണിക്കാവ് സർവീസ് സഹകരണ ബാങ്കിന്റെ വാർഷിക പൊതുയോഗം ചേർന്നു. ബാങ്ക് പ്രസിഡന്റ് കോശി അലക്സ് അധ്യക്ഷത വഹിച്ചു. കേന്ദ്ര സർക്കാരിന്റെ അഗ്രികൾച്ചർ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് AIF, നബാർഡ് കേന്ദ്ര സർക്കാർ സ്ഥാപനമായ നബാർഡ് കേരള ബാങ്ക് വഴി സംസ്ഥാന ബാങ്കായിട്ടുള്ള കേരള ബാങ്ക് വഴി നടപ്പിലാക്കുന്ന ഈ പദ്ധതി 2020 മുതൽ അപേക്ഷിച്ചിട്ട് അതിന്റെ പ്രോജക്റ്റ് മാറി കൊടുത്ത് ചർച്ചകൾ നടത്തി ഒരു 3 വർഷത്തെ ദീർഘമായിട്ടുള്ള ഇടപെടലിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ഈ കെട്ടിടത്തിന് ആവശ്യമായിട്ടുള്ള പണത്തിന്റെ സിംഹഭാഗമായിട്ടുള്ള 1,58,00,000 രൂപ 1,60,00,000 രൂപ അനുവദിച്ചത്. സെക്രട്ടറി KS ജയപ്രകാശ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. 1,85,860 രൂപ ഉണ്ടായിരുന്നു. റിപ്പോർട്ട് വർഷം 14,44,800 രൂപ ഓഹരി ലഭിക്കുകയും 5,85,760 വർഷാവസാനം 1,94,39,200 രൂപ ഓഹരി മൂലധനം ബാക്കി നിൽപ്പുണ്ട്. R ഗംഗാധരൻ, പ്രൊഫസർ V വാസുദേവൻ, M വിശ്വകുമാർ, K ബിനു, ഡയറക്ടർ ബോർഡ് അംഗം B വിശ്വനാഥൻ, KE നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു. SSLC, +2 മറ്റു പരീക്ഷകൾ എന്നിവയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള ആദരവും നടത്തി. മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ സഹകരണ ശ്രീ വിദ്യാ പുരസ്കാരം നൽകി ആദരിച്ചു. ഭരണിക്കാവ് പഞ്ചായത്ത് പ്രസിഡന്റ് K ദീപ പുരസ്കാരം വിതരണം ചെയ്തു. ബാങ്കിന്റെ 100ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായുള്ള പ്രത്യേക പ്രവർത്തന പരിപാടികളും പൊതുയോഗത്തിൽ ഭാരവാഹികൾ വിശദീകരിച്ചു. ന്യൂസ് ബ്യൂറോ, കറ്റാനം.